പോസ്റ്റ് നോക്കുക. അവന്തികയുമായി ബന്ധപ്പെട്ട ആരോപണത്തിന് മാത്രം ഒരു വിശദീകരണം പോലെ ഒരു കാര്യം പറഞ്ഞിട്ട് നേരെ വാതിലടച്ചകത്ത് പോയ രാഹുൽ മാങ്കൂട്ടത്തിൽ തൊട്ടുപിറകെ ഒരു ഫേസ്ബുക്ക് കുറിപ്പിട്ടിരിക്കുന്നു. താൻ തിരിച്ചു വരുമെന്നുള്ള സൂചന നൽകുന്നു. പ്രസ്ഥാനമാണ് തനിക്ക് വലുത് എന്ന് സൂചിപ്പിച്ചിരിക്കുന്നു. പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ടമാണ് താൻ നടത്തിയതെന്ന് സൂചിപ്പിച്ചിരിക്കുന്നു. ഇതാ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വാക്കുകൾ. പരിഹസിച്ചു, കുറ്റപ്പെടുത്തി, സംഘടിതമായി അയാളെ ആക്രമിച്ചു, വീഴ്ത്താൻ ശ്രമിച്ചു. സ്തുതി പാടിയവർ വിമർശകരായി. കുത്തിയിട്ടും 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 പരിഭവങ്ങളില്ലാതെ അയാൾ പോരാടുന്നു. അയാൾ എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ. കാരണം അയാൾക്ക് ഈ പ്രസ്ഥാനമാണ് വലുത്. ഈ കോൺഗ്രസ് എന്ന പാർട്ടിയാണ് തനിക്ക് വലുത്. പദവികൾക്കപ്പുറം അയാൾ കോൺഗ്രസ്സുകാരനാണ്. അയാൾ എന്ന വാക്കുപയോഗിച്ചുകൊണ്ടാണ് രാഹുൽ ഗാന്ധിയുടെ ചിത്രം പങ്കുവെച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. ഇന്ന് രാവിലെ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുന്നതിനിടെ ഞങ്ങളുടെ തിരുവനന്തപുരം ബ്യൂറോയിലെ സ്പെഷ്യൽ കറസ്പോണ്ടന്റ് ഡി ബിനോയിയോട് ഞാൻ ചോദിക്കുകയുണ്ടായി, രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട വാർത്തകൾക്ക് ഒരു കുഴപ്പം എന്താണ് എന്ന് വെച്ചാൽ, വാർത്തയുടെ തുടക്കത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് നമ്മൾ പറയുകയും പിന്നീട് എളുപ്പത്തിന് വേണ്ടി അടുത്ത വരികളിൽ രാഹുൽ എന്ന് പറയുകയും ചെയ്യുമ്പോൾ അത് രാഹുൽ ഗാന്ധിയാണ് എന്നുള്ള തെറ്റിദ്ധാരണയിലേക്ക് പോകും. അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള വാർത്തകളിൽ മാങ്കൂട്ടത്തിൽ എന്ന് തന്നെ ഉപയോഗിക്കണമെന്ന് നമ്മൾ സൂചിപ്പിക്കുകയുണ്ടായി. ഇതാ ആ ഫേസ്ബുക്കിൻ്റെ സ്ക്രീൻഷോട്ട് നോക്കുക. ഇപ്പോൾ രാഹുൽ ഗാന്ധിയെ തന്നെ കൂട്ടുപിടിച്ചുകൊണ്ട് തൻ്റെ ചെയ്തികൾക്ക് ന്യായീകരണം നൽകാൻ ശ്രമിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ. പരിഹസിച്ചു, കുറ്റപ്പെടുത്തി, സംഘടിതമായി എന്നെ ആക്രമിച്ചു, വീഴ്ത്താൻ ശ്രമിച്ചു. സ്തുതി പാടിയവർ വിമർശകരായി. കുത്തിയിട്ടും 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 പരിഭവങ്ങളില്ലാതെ ഞാൻ പോരാടുന്നു. കാരണം എനിക്ക് ഈ പ്രസ്ഥാനമാണ് വലുത്. പദവികൾക്കപ്പുറം ഞാൻ കോൺഗ്രസ്സുകാരനാണ്. രാഹുൽ ഗാന്ധി ഇതാ എൻ്റെ ഹൃദയചിഹ്നം എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ഫേസ്ബുക്ക് കുറിപ്പിട്ടിരിക്കുന്നു. അതിന് താഴെയുള്ള കമൻറ്റുകൾ വായിക്കാൻ കൊള്ളില്ല. അത് പ്രേക്ഷകർ തന്നെ കമൻറ്റുകൾ വായിച്ച് മലയാള ഭാഷയിലെ വാക്കുകൾ പഠിക്കുക. എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിനെ അഭിനന്ദിക്കുകയും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഒപ്പം നിൽക്കുകയും ചെയ്യുന്ന ചില കമൻറ്റുകൾ കൂടി ഉണ്ട്. 9 കൊല്ലം തീപ്പന്തം പോലെ ഒറ്റയാൾ പട്ടാളമായി പ്രതിപക്ഷത്തിൻ്റെ മുഖമായിരുന്നവൻ. സ്വന്തം കൂട്ടത്തിലെ ഒരുത്തനൊരു പ്രശ്നം വന്നപ്പോൾ സപ്പോർട്ടിനാരുമില്ലേ? ഇരായി എന്ന് സോഷ്യൽ മീഡിയയിൽ വന്ന് വാദിക്കുന്നവർ നിയമവ്യവസ്ഥയ്ക്ക് മുന്നിൽ തെളിവുകളുമായി എത്താത്തിടത്തോളം കാലം ഇവിടെ ആരും കുറ്റവാളിയല്ല. കേസ് കോടതിയിൽ വരട്ടെ. സത്യം തെളിഞ്ഞാൽ തെറ്റുകാരനെന്ന് കണ്ടെത്തിയാൽ ശിക്ഷിക്കപ്പെടട്ടെ. അതിന് മുന്നേ രാഷ്ട്രീയ പകപോക്കലിന് വിട്ടുകൊടുക്കരുത് എൻ്റെ പൊന്ന് രാഹുൽ മാങ്കൂട്ടത്തിലെ താങ്കൾക്കൊപ്പം എന്നിങ്ങനെയുള്ള ചില അനുകൂല കമൻറ്റുകളും വിജി നായർ എന്ന ഒരാൾ എഴുതിയിരിക്കുന്നു. ടിൻസ് വർഗീസ് എന്ന ആൾ എഴുതുന്നു നോക്കുക. രാഹുൽ മാങ്കൂട്ടത്തിലെ, നീ തെറ്റ് ചെയ്തിട്ടില്ലേൽ നിന്റെ ജീവിതം വലിച്ചു കീറാൻ നമ്മുടെ പാർട്ടി കൊടുത്തേ ആണേൽ നാളെ നീ പാർട്ടിയായി മാറും എന്നുള്ള രീതിയിൽ ടിൻസ് വർഗീസ് എന്ന ആൾ എഴുതുന്നു. രാഹുൽ നിങ്ങൾക്കൊപ്പം എന്നുള്ള കമൻറ്റുകളും വരുന്നുണ്ട്. എടാ കള്ള എന്നുള്ള മറ്റു കമൻറ്റുകൾ അതിൻ്റെ കൂട്ടത്തിൽ ഉണ്ട് എന്നുള്ള കാര്യവും ഉണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ തനിക്കെതിരെ സംഘടിതമായിട്ടുള്ള ആക്രമണം നടന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് സൂചിപ്പിച്ചിരിക്കുന്നു. നോക്കുക, എത്ര ആസൂത്രണത്തോടു കൂടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ തനിക്കെതിരായിട്ടുള്ള ആരോപണങ്ങളെ പ്രതിരോധിക്കുന്നത് എന്ന്. സാധാരണഗതിയിൽ ഒരു സാധാരണ മനുഷ്യന്, രാഷ്ട്രീയക്കാരനാണെങ്കിൽ പോലും പ്രതിരോധിക്കാൻ കഴിയാത്ത രീതിയിൽ തകർന്നടിഞ്ഞ് തളർന്നു വീണ് മനോദൗർബല്യം വന്ന് പോകേണ്ട ഒരു ഘട്ടത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നത്. ആ പ്രതിരോധമെന്ന് പറയുന്നത് KPCC അധ്യക്ഷൻ, പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല അടക്കമുള്ള മുതിർന്ന നേതാക്കൾ, ഷാനിമോൾ ഉസ്മാൻ അടക്കമുള്ള വനിതാ നേതാക്കൾ എല്ലാവരും രാജി വെക്കണമെന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചിട്ടും ഒന്നൊന്നായി പ്രതിതന്ത്രങ്ങളിലൂടെ മുന്നേറാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഒരു ഭാഗത്ത് അവന്തികയെക്കുറിച്ചുള്ള ആരോപണങ്ങൾക്ക് മറുപടി പറഞ്ഞുകൊണ്ട് ചില തെളിവുകൾ നൽകുന്നത് പോലെ ഓഡിയോ സന്ദേശങ്ങൾ നൽകിക്കൊണ്ട് പിൻവാങ്ങുന്നു. അതിനുശേഷം ഫേസ്ബുക്ക് കുറിപ്പിടുന്നു. തനിക്കൊപ്പം രാഹുൽ ഗാന്ധി ഉണ്ട് എന്നുള്ള പരോക്ഷ സൂചന നൽകുന്ന രീതിയിലുള്ള തലത്തിലേക്ക് എത്തിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഇത് വലിയ രീതിയിലുള്ള വിമർശനങ്ങൾക്ക് ഇടയാക്കുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഒരു ഭാഗത്ത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയപ്പെടുന്ന അഴിമതികൾക്കെതിരെ
അന്തിയില്ലാ സമരം ചെയ്തുകൊണ്ടിരിക്കുന്നു രാഹുൽ ഗാന്ധി. ആ രാഹുൽ ഗാന്ധിയുടെ പടവും വെച്ച്, ആ രാഹുൽ ഗാന്ധിയുടെ ഹൃദയ സ്മൈലിയും വെച്ചുകൊണ്ട് താൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ആരോപണ വിധേയമായ ചെയ്തികൾക്ക് രാഹുൽ ഗാന്ധിയെ കൂട്ടുപിടിക്കാൻ ശ്രമിക്കുന്നു. ഷാഫി പറമ്പിൽ അടക്കമുള്ള എല്ലാവരെയും കൂട്ടുപിടിച്ചുകൊണ്ട് നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് ഫലം കാണാതെ പോയത് കൊണ്ടാണോ രാഹുൽ ഗാന്ധിയെ കൂട്ടുപിടിക്കുന്ന ഈ ഒരു അതിക്രമത്തിലേക്ക് പോയിരിക്കുന്നത് എന്നുള്ള ചോദ്യങ്ങളും ഒരു ഭാഗത്ത് ഉയർന്നുകൊണ്ടിരിക്കുന്നു. രാജിയിൽ നേതാക്കൾ ഒറ്റക്കെട്ട് രാജിവെക്കില്ല എന്നുള്ള തീരുമാനത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ രാഹുൽ ഗാന്ധിയെ കൂട്ടുപിടിക്കുന്ന രീതിയിൽ ഫേസ്ബുക്ക് കുറിപ്പ് എഴുതിയിരിക്കുന്നു. എവിടെ ചെന്ന് ഇത് നിൽക്കുമെന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. ഇടവേള കഴിഞ്ഞ് തിരികെ എത്തുമ്പോൾ വാർത്തകളുമായി വൃന്ദ ചേരും. Oxygen News and Autumn Offer is back.